കണ്ണൂരിലേക്ക് പോകാൻ വേണ്ടി തുഷാര പ്രമോദ് ചേരുന്നുണ്ട്. തുഷാര, കണ്ണൂരിലെ ഇടവിട്ട മഴയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ഈ മലയോര മേഖലകളിൽ പലയിടത്തും ശക്തമായ മണ്ണിടിച്ചിൽ ഉണ്ടാവുന്നുണ്ട്. ഈ പാൽച്ചുരത്തെ അവസ്ഥ എന്താണ്? ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ടോ? ശ്രുതി, പാൽച്ചുരത്ത് രാവിലെയോടുകൂടി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയായിരുന്നു പാൽച്ചുരത്ത് മണ്ണിടിച്ചിലുണ്ടായിരുന്നത്. അവിടെ ഒന്നാം വളവിന് അല്പം താഴെയായിട്ടാണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നത്. കൊട്ടിയൂർ വഴി വയനാട്ടിലേക്ക് പോകാനുള്ള ഒരു പ്രധാന പാതയാണ് പാൽച്ചുരം. ഏതായാലും ഗതാഗതം രാത്രിയിൽ ഭാഗികമായി പുനഃസ്ഥാപിച്ചിരുന്നു. ഒരു ഭാഗത്തുകൂടി വാഹനങ്ങൾ പോകുന്നുണ്ടായിരുന്നു. രാവിലെയോടുകൂടി ഫയർഫോഴ്സ് എത്തി ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. നഗരപ്രദേശങ്ങളിൽ ഇപ്പോൾ കണ്ണൂരിലെ നഗരപ്രദേശങ്ങളിൽ ഇടവിട്ട മഴ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വെള്ളം ഇറങ്ങിപ്പോകാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്നാൽ മലയോര മേഖലകളിൽ ഇന്നലെ രാത്രി ശക്തമായ മഴയുണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായി പലയിടത്തും മണ്ണിടിച്ചിലും വെള്ളക്കെട്ടും ഉണ്ടായിട്ടുണ്ട്. പഴശ്ശി ഡാമിൻ്റെ പരിസര പ്രദേശങ്ങൾ, മട്ടന്നൂർ, ഇരിട്ടി ഭാഗങ്ങളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. എളയാവൂരും വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. റോഡിലും 4 വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ഈ വീടുകളിലെ ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഏതായാലും മഴ ഇടവിട്ട സമയങ്ങളിൽ മാത്രമായതുകൊണ്ട് വെള്ളക്കെട്ടുകൾ പലതും ഇറങ്ങിപ്പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടെന്നുള്ളത് ആശ്വാസകരമാണ്. ഓക്കെ, വ്യക്തമാണ്. തുഷാര പ്രമോദാണ് വളരെ വേഗത്തിൽ വിവരങ്ങൾ നൽകിയത്. ജെയ്സൺ ചാമവളപ്പിലേക്ക് കൂടി പോകാം. തൃശ്ശൂർ എന്താണ് ജെയ്സൺ സാഹചര്യം? കഴിഞ്ഞ മഴ, വളരെ ശക്തമായ മഴ പെയ്ത കഴിഞ്ഞ തവണ തൃശ്ശൂർ നഗരത്തിൽ ഉൾപ്പെടെ വലിയ വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളുണ്ടോ? മറ്റ് അപകടങ്ങളുണ്ടോ തൃശ്ശൂരിൽ? ബിനിൽ, ഇന്ന് രാവിലെ മുതൽ തൃശ്ശൂരിൽ മഴ പെയ്യുന്നില്ല എന്നതാണ് ഒരു ആശ്വാസം. മാത്രമല്ല, തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. ഒരല്പസമയം വെയിൽ വന്നിരുന്നു. ഇപ്പോൾ ചെറിയ രീതിയിലുള്ള മൂടിക്കെട്ടി അന്തരീക്ഷം നിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, തൃശ്ശൂർ നഗരത്തിൻ്റെ ഒട്ടുമിക്ക സമീപങ്ങളിലുള്ള തോടുകളെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു 1, 2, 3 മണിക്കൂർ ശക്തമായി മഴ നിന്ന് പെയ്താൽ അത് വലിയ അപകടങ്ങളിലേക്ക്, അതായത് ഈ തോടുകൾ കരകവിഞ്ഞ് ഒഴുകുന്ന വീടുകളിലേക്ക് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ ഇന്നലെ വൈകിട്ട് ശേഷം കാര്യമായ മഴ പെയ്യാത്തത് ഒരു ആശ്വാസമാണ്. എങ്കിൽ പോലും ജാഗ്രത എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി തൃശ്ശൂരിൽ മാറിയിരിക്കുന്നു. അതോടൊപ്പം അതിരപ്പള്ളി, വാഴച്ചാൽ മേഖലകളാണ് മറ്റൊരു പ്രധാനപ്പെട്ട കേന്ദ്രം. അതിരപ്പള്ളി, വാഴച്ചാൽ മേഖലകളിൽ അതിരപ്പള്ളിയിലേക്കും വെള്ളച്ചാട്ടം വലിയ ശക്തമായ തോതിൽ വലിയ രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിനുള്ള പ്രധാനപ്പെട്ട കാര്യം, പെരിങ്ങൽകുത്ത് ഡാം കഴിഞ്ഞ 2, 3, 4 ദിവസങ്ങളായിട്ട് തുറന്ന് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പെരിങ്ങൽകുത്ത് ഡാമിൽ നിന്നും വരുന്ന വെള്ളം നേരെ വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിലൂടെ, അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലൂടെ ചാലക്കുടി പുഴയിലേക്കാണ് ഒഴുകിയെത്തുക. ചാലക്കുടി പുഴയുടെ തീരത്തുള്ള ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. പെരിങ്ങൽകുത്ത് ഡാം തുറക്കുന്നതിന് മുന്നോടിയായി നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പൊതുവെ ജില്ലയിൽ വ്യാപകമായി അങ്ങനെ ശക്തമായ മഴ പെയ്യുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തെളിഞ്ഞ കാലാവസ്ഥയുണ്ട്. പക്ഷേ വരും മണിക്കൂറുകളിലും ഇന്നലെ മന്ത്രി കെ രാജൻ ജില്ലാ കളക്ടർമാരുടെ യോഗത്തിന് ശേഷം പറഞ്ഞത് ഇന്നും കൂടി മഴ ഉണ്ടാകും എന്നതായിരുന്നു. അത് പക്ഷേ ഇന്ന് രാവിലെ ശാന്തത അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ 19-ാം തീയതി മുതൽ വീണ്ടും ശക്തമായ ഒരു മഴയ്ക്കുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇന്നലെ വിലയിരുത്തിയിരിക്കുന്നത്. ന്യൂനമർദ്ദം വീണ്ടും രൂപപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ 2 ദിവസങ്ങളിൽ ഒരു ശാന്തത മഴയ്ക്കുണ്ടാവെങ്കിൽ പോലും 19-ന് വീണ്ടും മഴ ശക്തിപ്പെടും. തൃശ്ശൂരിൽ ഇപ്പോൾ മഴയില്ല, കനത്ത മഴയൊക്കെ പെയ്യുമെന്ന് ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാലാവസ്ഥാ പ്രവചനം അനുസരിച്ച് ഇന്ന് കനത്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ മഴയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ മലപ്പുറത്തെ സാഹചര്യം എന്താണെന്ന് നോക്കാം. മുബഷീർ പി അക്ബർ നൽകും വിശദാംശങ്ങൾ. മുബഷീർ, മലപ്പുറത്ത് പക്ഷേ കനത്ത മഴയാണെന്ന് തോന്നുന്നു. എന്താണ് സാഹചര്യം അവിടുത്തെ? മഴയില്ല. സുധി, മലപ്പുറത്ത് ഇപ്പോൾ മഴയ്ക്ക് ശമനമുണ്ട്. ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിലാണ് ജില്ലയിൽ ചില മേഖലകളിലൊക്കെ തന്നെ മഴക്കെടുതി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തീരദേശ മേഖലകളിലേക്ക് എത്തുന്ന സമയത്ത് നമുക്കറിയാം, പൊന്നാനിയിൽ അതിരൂക്ഷമായ കടലാക്രമണം ഉണ്ടായിരുന്നു. ഇന്നലെ പെയ്ത കനത്ത മഴയിൽ പൊന്നാനി, വെളിയംകോടും അതുപോലെ തന്നെ ഹിളർപ്പള്ളിയിലും പാലപ്പെട്ടിയിലും ചില വീടുകളിലേക്ക് വെള്ളം കയറി. 50ഓളം വീടുകളിലേക്ക് വെള്ളം കയറിയ സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് ഈ ഒരു സാഹചര്യം, നിലവിലെ സാഹചര്യത്തിൽ മഴയ്ക്ക് ശമനമുണ്ട്. വെള്ളമൊക്കെ തന്നെ വീടുകളിൽ നിന്ന് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടെന്നാണ് നമുക്ക് അവിടെയുള്ള ആളുകൾ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം മഴക്കെടുതി ബന്ധപ്പെട്ട് മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തിരുനാവായിലാണ്. തിരുനാവായിലെ ഭാരതപ്പുഴയിൽ തുരുത്തിൽ 30ഓളം കന്നുകാലികൾ അകപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെയായിരുന്നു ഒരു സംഭവം ഉണ്ടായിരുന്നത്. പുഴയിലൂടെ വെള്ളം അതിവേഗത്തിൽ ഉയർന്നു വന്ന സാഹചര്യത്തിൽ അവിടെ മേയുകയായിരുന്ന കന്നുകാലികളാണ് തുരുത്തിൽ ഒറ്റപ്പെട്ടത്. അതിൽ 10ഓളം കന്നുകാലികൾ വെള്ളത്തിലേക്ക് എടുത്തു ചാടി. കൂട്ടായി ഭാഗത്ത് വെച്ച ആ ഒരു കന്നുകാലികളെ മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തിയിരുന്നു. പിന്നീട് 30ഓളം കന്നുകാലികൾ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പഞ്ചായത്ത് അധികാരികളുടെയും തദ്ദേശ സ്വയംഭരണ സഹകരണ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അവയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തിയിരുന്നു.
എത്തിയിരുന്നു. തുടർന്ന് ഇന്ന് തിരുനാവായ സ്വദേശി യാഹുക്കുട്ടിയുടെ നേതൃത്വത്തിൽ ഒരു തോണിയിൽ ആ തുരുത്തിലേക്ക് പോയ കന്നുകാലികളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ആ രക്ഷാപ്രവർത്തനം ഇപ്പോൾ തുടരുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഇന്ന് മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്ത് പരപ്പനങ്ങാടിയിലാണ്. മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയെ തുടർന്ന് പരപ്പനങ്ങാടി ആനങ്ങാടിയിൽ മരം കടപുഴകി വീഴുന്നൊരു സാഹചര്യമുണ്ടായി. റോഡിലൂടെ വരികയായിരുന്ന ഒരു കണ്ടെയ്നർ ലോറിക്ക് മുകളിലേക്കാണ് ഈ ഒരു മരം കടപുഴകി വീണത്. ഈ ഒരു വാഹനം ഭാഗികമായി തകർന്നു. കോഴിക്കോട് മേഖലയ്ക്ക് ഉൾപ്പെടെ ദിനംപ്രതി 1000-ലധികം വാഹനങ്ങൾ കടന്നു പോകുന്നൊരു മേഖലയിൽ 1.5 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടൊരു സാഹചര്യമുണ്ടായി. തുടർന്ന് പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് മരം അവിടെ നിന്നും എടുത്തു മാറ്റിയത്. മറ്റു മേഖലകളിലൊന്നും തന്നെ മഴയുമായി ബന്ധപ്പെട്ട് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മലയോര മേഖലകളിലും മഴയ്ക്ക് നിലവിൽ ശാന്തതയുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രുതി. ഓക്കെ, വ്യക്തമാണ്. ഇനി ദീപക് മോഹനിലേക്ക് കൂടി നമുക്ക് പോകണം. വയനാട്ടിൽ കൽപ്പറ്റ ബൈപ്പാസിൽ റോഡ് ഇടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. പാറക്കൂട്ടം ഉൾപ്പെടെ റോഡിലേക്ക് വീണിട്ടുണ്ടായിരുന്നു. അവിടുത്തെ സാഹചര്യം എന്താണെന്ന് നോക്കാം. ദീപക്, പാൽച്ചുരം വഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ടെന്ന് തുഷാര പറഞ്ഞിട്ടുണ്ട്. കൽപ്പറ്റ ബൈപ്പാസിലെ സ്ഥിതി എന്താണ്? മറ്റു പൊതുവിലുള്ള മഴച്ചിത്രം എന്താണ് വയനാട്ടിലെ? ബിനിൽ, ഇന്ന് രാവിലെ ആണ് ഈ കൽപ്പറ്റ ബൈപ്പാസിനടുത്തുള്ള പ്രദേശത്ത് ഇത്തരത്തിൽ കനത്ത മഴയെ തുടർന്ന്, രാത്രി പെയ്ത കനത്ത മഴയെ തുടർന്ന് മയിലാടിപ്പാറയുടെ കുന്നിലുള്ള ഭാഗത്തു നിന്ന് വലിയ തോതിൽ വെള്ളം ഇരച്ചെത്തുകയും റോഡിലേക്ക് വെള്ളവും കല്ലും മണലും റോഡിലേക്ക് എത്തി ഗതാഗതം തടസ്സപ്പെടുത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. തുടർന്ന് വനം വകുപ്പും തുടർന്ന് ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി ഈ ഭാഗത്തെ തടസ്സങ്ങൾ മാറ്റി ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. വയനാട്ടിൽ പൊതുവെ മഴക്കെടുതികൾ ഇത്തവണ അല്പം കുറവാണ് എന്നുള്ളതൊരു ആശ്വാസം നൽകുന്നുണ്ട്. മാത്രമല്ല, ഈ വൈത്തിരി മാനന്തവാടി താലൂക്കുകളിൽപ്പെട്ട താഴ്ന്ന പ്രദേശങ്ങളായ വെണ്ണിയോട്, കോട്ടത്തറ, പനമരം തുടങ്ങിയ താഴ്ന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. പുഴയോരത്ത് താമസിക്കുന്ന ആദിവാസി കോളനികളിലടക്കം ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവിടെയുള്ള ആളുകളെ ഇവിടെ നിന്ന് ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഏതായാലും വയനാട്ടിൽ ഇപ്പോൾ മഴക്കെടുതികൾ ശക്തമായതിനെ തുടർന്ന് ജില്ലാ ഭരണകൂടം വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ പുഴയും ജലാശയങ്ങളും കരകവിഞ്ഞ് ഒഴുകുന്നതിനാൽ തന്നെ ആളുകൾ ജാഗ്രത പാലിക്കണമെന്നും ഈ ഇത്തരത്തിൽ പുഴകളിൽ ഇറങ്ങുന്നതിന് നിയന്ത്രണങ്ങൾ ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഇന്ന് ഏതായാലും വയനാട്ടിൽ ഇപ്പോൾ അല്പം തെളിഞ്ഞ കാലാവസ്ഥയാണ്. മഴയ്ക്ക് അല്പം ശമനമുണ്ട്. ബിനിൽ.